ഒന്ന് ശമൂവേലിന്റെ പുസ്തകം അദ്ധ്യായം 18. ദാവീദ് ശൌലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. യോനാഥാൻ അവനെ സ്വന്തപ്രാണനെപ്പോലെ സ്നേഹിച്ചു. ശൌൽ അന്ന് അവനെ അവിടെ താമസിപ്പിച്ചു. അവന്റെ പിതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ പിന്നെ അനുവദിച്ചതുമില്ല. യോനാഥാൻ ദാവീദിനെ സ്വന്തപ്രാണനെപ്പോലെ സ്നേഹിക്കുകകൊണ്ട് അവനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. യോനാഥാൻ താൻ ധരിച്ചിരുന്ന മേലങ്കി ഊരി അതും തന്റെ വസ്ത്രവും വാളും വില്ലും അരക്കച്ചയും ദാവീദിന് കൊടുത്തു. ശൌൽ അയക്കുന്നിടത്തൊക്കെയും ദാവീദ് പോയി കാര്യങ്ങൾ വിവേകത്തോടെ നടത്തും. അതുകൊണ്ട് ശൌൽ അവനെ പടജ്ജനത്തിന് മേധാവിയാക്കി. ഇത് സർവ്വജനത്തിനും ശൌലിന്റെ ഭൃത്യന്മാർക്കും പ്രീതികരമായി. ദാവീദ് ഫെലിസ്ത്യനെ സംഹരിച്ച ശേഷം അവർ മടങ്ങിവരുമ്പോൾ യിസ്രായേല്യ പട്ടണങ്ങളിൽ നിന്ന് സ്ത്രീകൾ സന്തോഷത്തോടെ തപ്പും തംബുരുവുമായി പാടിയും നൃത്തം ചെയ്തുംകൊണ്ട് ശൌൽ രാജാവിനെ എതിരേറ്റു. സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ഗാനപ്രതിഗാനമായി ശൌൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് പാടി. ഈ ഗാനം ശൌലിന് അനിഷ്ടമായി. അതുകൊണ്ട് ശൌൽ ഏറ്റവും കോപിച്ചു. അവർ ദാവീദിന് 10,000 കൊടുത്തു. എനിക്ക് 1000 മാത്രമേ തന്നുള്ളൂ. ഇനി രാജത്വമല്ലാതെ എന്താണ് അവന് കിട്ടാനുള്ളത് എന്ന് അവൻ പറഞ്ഞു. അന്നുമുതൽ ദാവീദിനോട് ശൌലിന് അസൂയ തുടങ്ങി. അടുത്ത ദിവസം ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൌലിന്മേൽ വന്നു. അവന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. അവൻ അരമനയ്ക്കകത്ത് ഭ്രാന്തനെപ്പോലെ പുലമ്പിക്കൊണ്ട് നടന്നു. ദാവീദോ പതിവുപോലെ കിന്നരം വായിച്ചുകൊണ്ടിരുന്നു. ശൌലിന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. ദാവീദിനെ ചുവരോട് ചേർത്ത് കുത്തുവാൻ വിചാരിച്ചുകൊണ്ട് ശൌൽ കുന്തം എറിഞ്ഞു. എന്നാൽ ദാവീദ് 2 പ്രാവശ്യം അവന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു. യഹോവ ദാവീദിനോടുകൂടെ ഇരിക്കുകയും ശൌലിന്റെ കൂടെ ഇല്ലാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ശൌൽ ദാവീദിനെ ഭയപ്പെട്ടു. അതുകൊണ്ട് ശൌൽ അവനെ തന്റെ അടുക്കൽ നിന്ന് മാറ്റി 1000 പേർക്ക് അധിപനാക്കി. അങ്ങനെ അവൻ ജനത്തിന് നായകനായി മാറി. യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്റെ എല്ലാ വഴികളിലും ദാവീദിന് അഭിവൃദ്ധി ഉണ്ടായി. ദാവീദ് ഏറ്റവും വിവേകത്തോടെ നടക്കുന്നു എന്ന് ശൌൽ കണ്ടപ്പോൾ അവനെ ഭയപ്പെട്ടു. എന്നാൽ ദാവീദ് യിസ്രായേലിനും യെഹൂദയ്ക്കും നായകനായതുകൊണ്ട് അവരൊക്കെയും അവനെ സ്നേഹിച്ചു. അതിനുശേഷം ശൌൽ ദാവീദിനോട്, എന്റെ മൂത്ത മകൾ മേരബിനെ ഞാൻ നിനക്ക് ഭാര്യയായി തരും. നീ ധീരനായി എനിക്കുവേണ്ടി യഹോവയുടെ യുദ്ധങ്ങൾ നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അവനെ ഉപദ്രവിക്കുകയില്ല. ഫെലിസ്ത്യരുടെ കയ്യാൽ അവന് ഉപദ്രവം ഉണ്ടാകട്ടെ എന്ന് ശൌൽ വിചാരിച്ചു. ദാവീദ് ശൌലിനോട്, രാജാവിന്റെ മരുമകനായിരിക്കാൻ ഞാൻ ആര്? യിസ്രായേലിൽ എന്റെ ബന്ധുക്കളും എന്റെ പിതൃഭവനവും ആരുമല്ലല്ലോ എന്ന് പറഞ്ഞു. ശൌലിന്റെ മകളായ മേരബിനെ ദാവീദിന് ഭാര്യയായി കൊടുക്കേണ്ടിയിരുന്ന സമയത്ത് അവളെ മെഹോലാത്യനായ അദ്രീയേലിന് ഭാര്യയായി കൊടുത്തു. ശൌലിന്റെ മകളായ മീഖൾ ദാവീദിനെ സ്നേഹിച്ചു. അത് ശൌലിന് അറിവ് കിട്ടി. ആ കാര്യം അവന് ഇഷ്ടമായി. അവൾ അവന് ഒരു കെണിയാകട്ടെ. ഫെലിസ്ത്യരുടെ കയ്യാൽ ദാവീദ് ഉപദ്രവിക്കപ്പെടുവാനായി ഞാൻ അവളെ അവന് കൊടുക്കും എന്ന് ശൌൽ വിചാരിച്ച് ദാവീദിനോട്, നീ ഈ 2 പ്രാവശ്യം എനിക്ക് മരുമകനായി തീരണം എന്ന് പറഞ്ഞു. പിന്നെ ശൌൽ തന്റെ ഭൃത്യന്മാരോട്, നിങ്ങൾ സ്വകാര്യമായി ദാവീദിനോട് സംസാരിച്ച്, രാജാവിന് നിന്നെ പ്രിയമാകുന്നു, അവന്റെ ഭൃത്യന്മാരൊക്കെയും നിന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നീ രാജാവിന്റെ മരുമകനായി തീരണം എന്ന് പറവീൻ എന്ന് കല്പിച്ചു. ശൌലിന്റെ ഭൃത്യന്മാർ ആ കാര്യം ദാവീദിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ്, രാജാവിന്റെ മരുമകനാകുന്നത് നിസ്സാരമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ഞാൻ ദരിദ്രനും എളിയവനും ആകുന്നുവല്ലോ എന്ന് പറഞ്ഞു. ദാവീദ് പറഞ്ഞ കാര്യം ശൌലിന്റെ ഭൃത്യന്മാർ ശൌലിനെ അറിയിച്ചു. അതിന് ശൌൽ, രാജാവ് യാതൊരു സ്ത്രീധനവും ആഗ്രഹിക്കുന്നില്ല. അതിനു പകരം രാജാവിന്റെ ശത്രുക്കളോടുള്ള പ്രതികാരമായി ഫെലിസ്ത്യരുടെ 100 അഗ്രചർമ്മം മതി എന്ന് നിങ്ങൾ ദാവീദിനോട് പറയണം എന്ന് കല്പിച്ചു. ഫെലിസ്ത്യരുടെ കയ്യാൽ ദാവീദ് കൊല്ലപ്പെടണമെന്ന് ശൌൽ കരുതിയിരുന്നു. ശൌൽ പറഞ്ഞ കാര്യം ഭൃത്യന്മാർ ദാവീദിനോട് അറിയിച്ചപ്പോൾ രാജാവിന്റെ മരുമകനാകുവാൻ ദാവീദിന് സന്തോഷമായി. നിശ്ചിത സമയത്തിനുള്ളിൽ ദാവീദും അവന്റെ ആളുകളും ഫെലിസ്ത്യരിൽ 200 പേരെ കൊന്നു. അവരുടെ അഗ്രചർമ്മം കൊണ്ടുവന്ന് താൻ രാജാവിന്റെ മരുമകനാകേണ്ടതിന് രാജാവിന് എണ്ണം കൊടുത്തു. ശൌൽ തന്റെ മകളായ മീഖളിനെ അവന് ഭാര്യയായി കൊടുത്തു. യഹോവ ദാവീദിനോടുകൂടെ ഉണ്ടെന്നും
തന്റെ മകളായ മീഖൾ അവനെ സ്നേഹിക്കുന്നു എന്നും ശൌൽ അറിഞ്ഞപ്പോൾ ശൌൽ ദാവീദിനെ പിന്നെയും അധികം ഭയപ്പെട്ടു. ശൌൽ ദാവീദിന്റെ നിത്യശത്രുവായി തീർന്നു. എന്നാൽ ഫെലിസ്ത്യപ്രഭുക്കന്മാർ യുദ്ധത്തിന് പുറപ്പെട്ടു. അപ്പോഴൊക്കെയും ദാവീദ് ശൌലിന്റെ സകല ഭൃത്യന്മാരെക്കാളും കൂടുതൽ വിജയം നേടി. അവന്റെ പേർ പ്രസിദ്ധമായി തീർന്നു.